ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ ജീവനക്കാർക്കെതിരെ നടപടി ആരംഭിച്ച് ആരോഗ്യവകുപ്പ്. കുറ്റക്കാർക്കെതിരെ കേരള സിവിൽ സർവീസ് റൂൾ 15 പ്രകാരമാണ് നടപടി. എന്നാൽ ഉന്നത ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുകയും സാധാരണക്കാരായ ജീവനക്കാർക്കെതിരെ മാത്രം നടപടി സ്വീകരിക്കുന്നുവെന്നുമാണ് ഉയരുന്ന ആക്ഷേപം. അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങിയ ആരോഗ്യവകുപ്പിലെ 373 പേരുടെ പട്ടിക ആരോഗ്യവകുപ്പ് ഇന്ന് പുറത്തുവിട്ടിരുന്നു. നഴ്സിംഗ് അസിസ്റ്റന്റ്, അറ്റൻഡർ, പാർട്ട് ടൈം സ്വീപ്പർ, ക്ലർക്ക്, ടൈപ്പിസ്റ്റ്, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് എന്നിവരാണ് പട്ടികയിലുള്ളത്. ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇറക്കിയ ഉത്തരവിൽ 18% പലിശ സഹിതം ജീവനക്കാരന് തിരിച്ചുപിടിക്കാനാണ് നിർദ്ദേശം. ഇതിനു പുറമെ അച്ചടക്ക നടപടി സ്വീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് ഡയറക്ടറെ ചുമതലപ്പെടുത്തി. ഇതിന് പിന്നാലെ കുറ്റക്കാരായ ജീവനക്കാരുടെ നിയമനാധികാരിയായ ഡിഎംഒമാർക്ക് ആരോഗ്യവകുപ്പ് ഡയറക്ടർ നടപടിക്ക് നിർദ്ദേശം നൽകി. കേരള സിവിൽ സർവീസസ് റൂൾ 15 പ്രകാരം പിരിച്ചുവിടൽ അടക്കമുള്ള നടപടികൾക്കാണ് നിർദ്ദേശം. എന്നാൽ ഉന്നത ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ച സാധാരണക്കാരായ ജീവനക്കാർക്കെതിരെ മാത്രം നടപടി സ്വീകരിക്കുന്നുവെന്ന ആക്ഷേപം ശക്തമാണ്. ലക്ഷ്മി കാർത്തിക, ജനം, തിരുവനന്തപുരം.